ഹലോ, നമസ്കാരമുണ്ട്. ഗുഡ് മോർണിംഗ്. ഇവിടെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓർമ്മയ്ക്കായിട്ട് എല്ലാവരും ഇത് അയാളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊന്ന് സഹായിക്കണേ. പെട്രോളിനും ഡീസലിനും അപാരമായ വില കൂടി നിൽക്കുന്ന അവസരത്തിൽ എല്ലാ പമ്പെന്നും പറയുന്നില്ല, മിക്ക പമ്പുകളും പെട്രോള് പകുതി വെള്ളവും പകുതി ഇതുമാണ്. ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ നശിച്ച് നാരായണക്കല്ല് പിടിച്ചുമാണ്. ഇതിനൊരു പരിഹാരം, ഒരു തീരുമാനം ദയവ് ചെയ്ത് കണ്ടെത്തി തരണമെന്ന് വിനീതമായി താഴ്മയോടെ ഈ നാട്ടിലെ പൊതുജനം എന്ന ഒരു രീതിയിൽ ആ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്തു തരണേന്നാണ് എൻ്റെ അപേക്ഷ. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതൊന്ന് പരിശോധിക്കണം. എല്ലാ പമ്പുകളും, ഒരു പമ്പ് മാത്രമല്ല, എല്ലാ പമ്പുകളും ഒന്ന് പരിശോധിച്ച് അതിനൊരു തീരുമാനം കണ്ടെത്തി തരണമെന്ന് ദയവ് ചെയ്ത് താഴ്മയോടെ അപേക്ഷിക്കണം. നിങ്ങളും കാണുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിൽ കുപ്പിയിൽ പെട്രോൾ തരില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഓരോരുത്തരും തെളിവ് സഹിതം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്ന പൈസയല്ലാതെ വരുന്നില്ലല്ലോ. ഞങ്ങൾ എണ്ണ അടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന പൈസയല്ലാതെ വരുന്നില്ല. അപ്പോൾ അതിനകത്ത് പകുതി വണ്ടികൾ കേടാകുക. ഞാൻ ഒരു ദിവസം പണിയാൻ പോയാൽ കിട്ടുന്ന പൈസ എത്രയാണെന്ന് നിങ്ങൾക്കറിയാവും. അതിന് പകുതി മുക്കാലും വർക്ക്ഷോപ്പിൽ കൊടുക്കാനേ സമയം ഉണ്ടാവുള്ളൂ. സാധുക്കളായ ജനങ്ങളുടെ കാര്യം എപ്പോഴും. അപ്പോൾ ഒരു ചങ്ങായി വിളിച്ച് പറഞ്ഞ് കേട്ടില്ലേ, എനിക്ക് പെട്രോളിന് വില കൂടിയാലും എന്തിനു വില കൂടിയാലും എന്നെ ബാധിക്കുന്ന കേസല്ല. എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. 2.5 ലക്ഷം രൂപ പെൻഷനായൊക്കെ കൊടുക്കുന്ന സർക്കാർ ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കുക. അവനൊക്കെ 2.5 ലക്ഷം രൂപ പെൻഷൻ കൊടുക്കുന്നതിൻ്റെ അഹങ്കാരമാണ്. അവൻ പെൻഷൻ പറ്റി 2 ലക്ഷം രൂപ അവൻ പെൻഷനാണ്. അതിനെക്കുറിച്ചൊന്ന് ഊർജിതമായിട്ടൊന്ന് അന്വേഷിക്കണം. കാരണം നമ്മൾ ഖജനാവിൽ നിന്നാണ് പൈസ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരമാവധി എത്തിക്കേണ്ടിടത്തേക്കൊന്ന് എത്തിച്ച് ഒന്ന് സഹായിക്കണേ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നമുക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു തീരുമാനം കണ്ടെത്താൻ സാധിക്കണം. നമ്മുടെ മന്ത്രിമാർ അതിനു വേണ്ടിയിട്ടൊന്ന് സഹായിക്കണേ.